വട്ടിയൂർക്കാവ് എംഎൽഎയും ശാസ്തമംഗലം വാർഡ് കൌൺസിലറും തമ്മിലുള്ള ഓഫീസ് തർക്കം പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഓഫീസ് നേരത്തെ വി കെ പ്രശാന്ത് എംഎൽഎ യുടെ ഓഫീസായിരുന്നു. അവിടെ ഒരു മുറി ശാസ്തമംഗലം വാർഡ് കൌൺസിലർ കൂടി ഉള്ളത് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് തർക്കം തുടങ്ങിയത്. അതിനുശേഷം ആ ഒരു മുറി കഴിഞ്ഞ ദിവസം ശ്രീലേഖ വരികയും അവരുടെ ഓഫീസായി മാറ്റുകയും ചെയ്തിരുന്നു. രണ്ടും അടുത്തടുത്ത മുറികളായി മാറിയിരുന്നു. അവിടെ വൃത്തികെട്ട് കിടക്കുന്നു, ശുചിത്വമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ ചില ദൃശ്യങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം അവർ പങ്കുവച്ചു. പിന്നീട് അത് ശുചിയാക്കിയുള്ള ദൃശ്യങ്ങളും പങ്കുവച്ചു. ഇന്ന് പുതിയൊരു വീഡിയോ, ഒരു ഫോട്ടോയാണ് ശ്രീലേഖ പോസ്റ്റ് ചെയ്തത്. അത് ശ്രീലേഖ വാർഡ് കൌൺസിലർ ശാസ്തമംഗലം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ബോർഡാണ്. അതായത് അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവ് എംഎൽഎ എന്ന ബോർഡിന് തൊട്ടുമുകളിൽ മറ്റൊരു ബോർഡ് വെച്ചാണ് ശ്രീലേഖ ഈ ഓഫീസിലുള്ള തന്റെ അവകാശം ഒന്നുകൂടി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. കസേരകൾക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഒക്കെ തമ്മിലുള്ള തർക്കങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഒരു ഓഫീസിന് വേണ്ടിയാണ് പുതിയ തർക്കം. ഈ മുറിക്കുള്ളിലാണ്, ഇവിടെയാണ്, ഈ ഒരു ഹാളിന്റെ അകത്താണ് ശ്രീലേഖയുടെ ഓഫീസ്. ഒരു വശത്തും ഒരു മുറിയാണത്. ശ്രീലേഖ വാർഡ് കൌൺസിൽ ശാസ്തമംഗലം എന്ന ഒരു റൂം, അവിടെ അകത്തേക്കും ഇപ്പുറത്ത് വി കെ പ്രശാന്ത് എംഎൽഎയുടെ ഓഫീസ് മറുഭാഗത്തുമുള്ളത്. ചെറിയ മുറിയാണ് ഇതിലേക്ക് ലഭിച്ചത് പരാതിയും ശ്രീലേഖയ്ക്ക് ഉണ്ട്. ഏതായാലും ആ പരാതി പറഞ്ഞുകൊണ്ട് തന്നെ അവർ ഇവിടെ തന്നെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവിടെ ഒരു കോമൺ സ്പേസുമുണ്ട് ഈ ഒരു ഹാളിൽ. അതിനകത്താണ്, ഇവിടെയാണ് വി കെ പ്രശാന്ത് എംഎൽഎയുടെ മുറി. നമുക്ക് പലപ്പോഴും നമ്മൾ ഈ അധികാര തർക്കമെന്നും അതുപോലെ തന്നെ കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലിയും കസേരക്കളിയും രാഷ്ട്രീയത്തിൽ വളരെ സാധാരണമാണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു എംഎൽഎയും കൌൺസിലറും തമ്മിലാണ് ഇത്തരം ഒരു തർക്കമുണ്ടാകുന്നത്. ഓരോ ദിവസവും പുതിയ ചിത്രങ്ങൾ, പുതിയ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ശ്രീലേഖയാണ് ഈ വിവാദത്തിൽ ഒന്നുകൂടി മുന്നിൽ നിൽക്കുന്നത്. പുതിയ പുതിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കി മുന്നിൽ നിൽക്കുന്നത്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു ബോർഡ്, നെയിം ബോർഡ്, ഈ ഓഫീസിന് മുന്നിൽ വി കെ പ്രശാന്ത് എംഎൽഎ ബോർഡിന് തൊട്ട് മുകളിലായി ഒരു ബോർഡ് സ്ഥാപിച്ചുകൊണ്ടാണ് ഈ അവകാശ തർക്കത്തിൽ, അധികാര തർക്കത്തിൽ ശ്രീലേഖയുടെ പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതിനോട് പ്രശാന്ത് പ്രതികരിച്ചിട്ടില്ല. ഇതിന്റെ വാടകയെ ചൊല്ലിയും ഒക്കെ നേരത്തെ തർക്കങ്ങളുണ്ടായിരുന്നു. നഗരസഭ നിശ്ചയിച്ച വാടക നൽകാം, പുതുതായി നിശ്ചയിച്ചാൽ കൂടിയ വാടകയെങ്കിൽ അത് നൽകാമെന്നും വി കെ പ്രശാന്ത് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും നഗരസഭാ കൌൺസിൽ യോഗത്തിലൊക്കെ ഒരുപക്ഷെ അത് ചർച്ചയ്ക്ക് വന്നേക്കാം. ഇപ്പോൾ ഏതായാലും ഈ ഒരു ബോർഡ് വെച്ച് തനിക്ക് കുറച്ചുകൂടി പ്രാധാന്യമുണ്ട് തോന്നിക്കുന്നതിന് ബോർഡ് വെച്ച് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താണ് ശ്രീലേഖ വിവാദത്തിൽ പുതിയ നീക്കം നടത്തിയിരിക്കുന്നത്. സന്തോഷ് കുമാറിനൊപ്പം വി വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം.